ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം 20-ാം തീയതി. ഈശോയുടെ ദിവ്യഹൃദയവും സഹോദര സ്നേഹവും. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെയും സ്നേഹിക്കുക. എല്ലാ പ്രമാണങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ദിവ്യനാഥനായ ഈശോ മനുഷ്യരെ എപ്രകാരം സ്നേഹിക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. വിശ്വത്തിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച നിത്യദൈവത്തിന്റെ സന്നിധിയിൽ നാം എന്താണ്? സർവലോകത്തിന്റെയും സൃഷ്ടാവാണ് ദൈവം. നാം സൃഷ്ടികൾ മാത്രം. പ്രപഞ്ച സൃഷ്ടാവായ അവിടുന്ന് നിത്യനും സർവശക്തനുമാണ്. നാം നിസ്സാരന്മാരും അഗണ്യരുമാണ്. ഇതിനെല്ലാം ഉപരിയായി മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ പിന്തിരിയും എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മിൽ ഉണ്ടായിരിക്കുന്നത് കോപം, അസൂയ, ചതിവ്, അഹന്ത, അശുദ്ധത മുതലായ ദുർഗുണങ്ങളാണ്. ഈ വക തിന്മകൾ ഈശോയുടെ പരിശുദ്ധ ഹൃദയം വളരെയധികം വെറുക്കുന്നു. മനുഷ്യരുടെ ഘോരമായ നിന്ദയും മാരകമായ പാപങ്ങളും നിത്യത മുതൽ കണ്ടറിഞ്ഞിട്ടും എത്ര സ്നേഹസമ്പന്നിതമായാണ് ദൈവം നമ്മോട് പ്രവർത്തിക്കുന്നത്. അവിടുന്ന് നമ്മെ ദ്വേഷിക്കുകയോ ഉടനുടൻ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യ സന്തതികളുടെ കൂടെ വസിക്കുന്നതിലത്രേ എൻ്റെ സന്തോഷമെന്നാണ് സ്നേഹസമ്പന്നനായ ഈശോ അരുളി ചെയ്യുന്നത്. ദയാനിധിയായ ദൈവം തന്റെ സമീപത്തേക്ക് വരുന്ന ആരെയും അകറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും സ്നേഹത്തോടെ ആശ്ലേഷിച്ച് സംഭാഷണം ചെയ്യുന്നു. എല്ലാവരെയും സ്നേഹം നിറഞ്ഞ പുത്രന്മാരെന്നും സഹോദരരെന്നും സ്നേഹിതരെന്നും മഹാവാത്സല്യത്തോടു കൂടി വിളിക്കുന്നു. മഹാപാപിയായ മേരി മഗ്ദലേനായെ ദയാപൂർവം നോക്കി അവളുടെ പാപങ്ങൾ മോചിക്കുന്നു. പാപികളുടെ പിന്നാലെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ധൈര്യം കൊടുത്ത് തന്റെ വിശുദ്ധ സ്നേഹത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ പത്രോസിനോടും തോമാസിനോടുമുള്ള അവിടുത്തെ പെരുമാറ്റം അവിസ്മരണീയവും അത്ഭുതകരവുമാണ്. ഈശോയുടെ സഹോദരരായ നമുക്ക് വേണ്ടി സകലവിധ ക്ലേശങ്ങളും അപമാനങ്ങളും സഹിച്ച ശേഷം കുരിശിന്മേൽ മരിച്ചു. കാൽവരിയിലെ സ്നേഹബലിക്ക് തുല്യമായ ഒരു ബലിയും ലോകത്തിൽ നടന്നിട്ടില്ല. മരണത്തോടുകൂടി ക്രിസ്തുവിന്റെ സ്നേഹം അവസാനിച്ചില്ല. അവിടുത്തെ ദിവ്യ ശരീരവും രക്തവും നമ്മുടെ ഭക്ഷണപാനീയങ്ങളായി അവിടുന്ന് നൽകി. അനശ്വര സ്നേഹത്തിന്റെ നിത്യസ്മാരകങ്ങളായി അവ നിലകൊള്ളുന്നു. ഈശോയുടെ ഈ സ്നേഹം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും പകർത്താം. ഈശോയെ പ്രതി നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം. അങ്ങനെ ദിവ്യനാഥനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം. ജപം. ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയമേ, എൻ്റെ ആശ്വാസമേ, എൻ്റെ ധനമേ, സ്വർഗവാസികളൊക്കെയും കൂടെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ശക്തിയൊക്കെയും കൂടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നാഥ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കുന്നതിനും അങ്ങയ്ക്ക് വേണ്ടി സമസ്തവും ഉപേക്ഷിക്കുന്നതിനും അനുഗ്രഹം ചെയ്യണമേ. സ്നേഹരാജനായ ഈശോയെ, അങ്ങേക്ക് എൻ്റെ നേരെയുള്ള സ്നേഹം എത്രമാത്രമെന്ന് മനസ്സിലാക്കുന്നതിനും അങ്ങയെ ഉപദ്രവിച്ചിടത്തോളം അങ്ങയെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ അങ്ങയെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ. പ്രാർത്ഥന. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏകസത്യ സഭയെ അറിഞ്ഞ് ഏകയിടന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സുകൃത ജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, എൻ്റെ മേൽ കൃപ ചെയ്യണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, എൻ്റെ മേൽ കൃപ ചെയ്യണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, എൻ്റെ മേൽ കൃപ ചെയ്യണമേ. സൽക്രിയ. വിശുദ്ധ കുർബാനയ്ക്ക് വിസീത്ത കഴിച്ച് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.